Nunakuri. Let's give them a round of applause. The entire team of Nunakuri. ആദ്യമായിട്ട് എനിക്കൊരു നന്ദി പറയാനുള്ളത് ഈ നുണക്കുഴി എന്ന് പറയുന്ന സിനിമയെ ഇതുപോലെ ഒരു വിജയമാക്കി തീർത്ത, ഇതുപോലെ സ്വീകരിച്ച മലയാളി പ്രേക്ഷകർക്കാണ്. തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമ വളരെ ക്രൂഷ്യലായിരുന്നു. ഒരു യൂഷ്വൽ പാറ്റേണിൽ നിന്ന് മാറി വേറൊരു അറ്റംപ്റ്റ് നടത്തുമ്പോൾ ഭയങ്കരമായ ടെൻഷൻ ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഇങ്ങനെയൊരു കഥയും നല്ലൊരു കെട്ടുറപ്പുള്ളൊരു സ്ക്രിപ്റ്റും എനിക്ക് തന്ന കൃഷ്ണകുമാറിനെ ഞാൻ നന്ദി അറിയിക്കുന്നു. പിന്നെ നമ്മുടെ നായകൻ ബേസിൽ, ഗ്രേസ് ആൻ്റണി, സൈജു, അൽത്താഫ്, ബിനു, പിന്നെ ബൈജു ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്, പിന്നെ സിദ്ദിഖേട്ടൻ. ഇതിനകത്ത് അഭിനയിച്ചവരെല്ലാം അവരവരുടെ റോളുകൾ അതിഗംഭീരമായി പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്, അഭിനയിച്ചു. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു റിസൾട്ടാണ് ഈ കാണുന്നത്. കാരണം ഒരു ഹ്യൂമർ സിനിമയിൽ ഒരു ഡയലോഗ് എഴുതിയത്, ഒരു സ്ക്രിപ്റ്റ് എഴുതിയതുകൊണ്ട് മാത്രം കാര്യമില്ല. അത് നന്നായിട്ട് പ്രസൻറ്റ് ചെയ്താൽ മാത്രമേ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകും. അതാണ് ഇപ്പോൾ സത്യം പറഞ്ഞ തിയേറ്ററുകളിൽ കാണുന്നത്. തീർച്ചയായിട്ടും വളരെയധികം സന്തോഷം. പിന്നെ അതുപോലെ എൻ്റെ കൂടെ ഉള്ള എൻ്റെ ടെക്നിക്കൽ ക്രൂ, ക്യാമറമാൻ സതീഷ് കുറുപ്പ്, എഡിറ്റർ വിനായക്, ഓഫ് കോഴ്സ് കോസ്റ്റ്യൂം ഡിസൈനർ ആൻഡ് മൈ വൈഫ് ലിൻഡ, അങ്ങനെ എല്ലാവർക്കും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു. എനിവേ താങ്ക് യു സോ മച്ച്. ഇനിയും ഞങ്ങൾ ചെയ്യുന്ന സിനിമകൾക്ക് നല്ലതാണെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെയുള്ള സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച്. നമസ്കാരം. ഇതിൽ എത്ര പേര് സിനിമ കണ്ടോന്ന് എനിക്കറിയില്ല. സിനിമ കാണാത്ത നിങ്ങളുടെ മുമ്പിലൊന്നും ഞങ്ങളിതൊക്കെ പറയുന്നതുകൊണ്ട് വല്ല കാര്യമുണ്ടോയെന്ന് അറിയില്ല. എന്തായാലും നിങ്ങൾ പറ്റുന്ന പോലെയൊക്കെ സിനിമ പോയി കാണുക. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സന്തോഷമുള്ളൊരു പ്രൊജക്റ്റായിരുന്നു. കാരണം ജിത്തു ജോസഫ് എന്ന് പറയുന്ന ഡയറക്ടർ സിനിമയെ വിളിക്കുന്നു എന്ന് പറയുമ്പോൾ ഞാൻ വിചാരിച്ച് കുറച്ച് ത്രില്ലർ സിനിമയൊക്കെ ആയിരിക്കും എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ കൊലപാതകമൊക്കെ ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുമ്പോഴാണ് കോമഡി സിനിമ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിനും അങ്ങനെ ഒരു ബ്രേക്ക് ആവശ്യമായിരുന്നു. കാരണം സ്ഥിരമായിട്ട് കൊല ചെയ്ത് ഇനി ശരിക്കും ആരെങ്കിലും കൊല്ലുമോ എന്ന് പേടിച്ചിട്ടാന്ന് തോന്നുന്നു ഒരു കോമഡി സിനിമ ചെയ്തേക്കാം എന്ന് വിചാരിച്ചു വന്നത്. പക്ഷേ ഈ സിനിമയിലും ഉണ്ടായിരുന്നു ഡെഡ് ബോഡി ഇല്ലാതെ ജിത്തു ചേട്ടൻ സിനിമ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയായി. അപ്പം എന്തായാലും ഭയങ്കര സന്തോഷമായിരുന്നു. ഞങ്ങൾക്കും അഭിനയിക്കുമ്പോഴും അങ്ങനെ കുറേ ഇത്രയും സീനിയേഴ്സായിട്ടുള്ള ആക്ടേഴ്സിൻ്റെ ഞാനും ഇത്രയും പേരുടെ ഒരുമിച്ച് ആദ്യമായിട്ടാണ് അഭിനയിക്കുന്നത്. സിദ്ദിഖൊക്കെ ഉണ്ട്, മനോജ് ചേട്ടനുണ്ട്, ബൈജു ചേട്ടനുണ്ട്, സൈജു ചേട്ടനുണ്ട്, അജു ചേട്ടനുണ്ട്, ബിനു ചേട്ടനുണ്ട്, പിന്നെ അൽത്താഫുണ്ട്, ഗ്രേസ് ഉണ്ട്. അങ്ങനെ കുറേ ആക്ടേഴ്സുള്ള സിനിമയാണ്. അപ്പോൾ ഇത്രയും ആൾക്കാരുടെ കൂടെ ഒരുമിച്ച് അഭിനയിക്കുന്നത് എനിക്കും ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു പ്രോസസ്സായിരുന്നു. അപ്പോൾ നിങ്ങളും കാണാത്തവരെല്ലാവരും പോയി സിനിമ കാണുക. അപ്പോൾ ഈ സിനിമയുടെ വിജയത്തിൻ്റെ ഭാഗമായ ഇങ്ങനൊരു അവസരം തന്ന ജിത്തു ചേട്ടനും റൈറ്റർ കൃഷ്ണകുമാറേട്ടനും മറ്റ് കോ ആക്ടേഴ്സിനോടും അതുപോലുള്ള എല്ലാ ക്രൂവിനോടുമുള്ള നന്ദി അറിയിക്കുന്നു. സിനിമ കണ്ട് വിജയിപ്പിച്ച നിങ്ങളിലുള്ളവരോടുള്ള നന്ദി അറിയിക്കുന്നു. ഫോറം മാളിനോടുള്ള നന്ദി അറിയിക്കുന്നു. ഒരിക്കൽ കൂടി താങ്ക് യു സോ മച്ച്. അതുപോലെ ഇനിയും അടുത്ത സിനിമ ഇറങ്ങുമ്പോഴും നിങ്ങൾ വരും കാണും എന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. താങ്ക് യു. നിങ്ങളുടെ എല്ലാ തിരക്കിൻ്റെ ഇടയിലും കുറച്ച് നേരം ഞങ്ങളെ കാണാൻ വേണ്ടി ഇവിടെ വന്നതിൽ ഒരുപാട് സന്തോഷം. താങ്ക്സ്. ഞാനും ആദ്യമായിട്ടാണ് ജിത്തു സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത്. ബേസിൽ പറഞ്ഞ അതേ ഒരു എക്സ്പെക്റ്റേഷൻ തന്നെയാണ് ഞാനും ഈ സിനിമയെ ആദ്യം അപ്രോച്ച് ചെയ്തത്, ത്രില്ലറായിരിക്കുന്നത്. പക്ഷെ പിന്നെയാണ് മനസ്സിലായത് കോമഡി മൂവി ആണെന്ന്. ഒരുപാട് സന്തോഷമുണ്ട്. നമ്മളെപ്പോലെയുള്ള ആക്ടേഴ്സിന് ഏറ്റവും കൂടുതൽ പ്രതീക്ഷ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും വർക്ക് ചെയ്യുന്ന പടം കൂടുതൽ ആളുകളിലേക്ക് എത്തുക എന്നുള്ളതാണ്. ഇപ്പോൾ നുണക്കുഴി അങ്ങനെ ഓൾമോസ്റ്റ് എത്തിക്കൊണ്ടിരിക്കുന്നു. അതിലൊരുപാട് സന്തോഷമുണ്ട്. പടം കാണാത്തവരെല്ലാവരും പോയി കാണുക. നിങ്ങൾക്ക് എല്ലാവർക്കും ചിരിക്കാൻ പറ്റുന്ന ഒരുപാട് എലമെൻറ്റ്സ് ഉണ്ട് ഈ സ്ക്രിപ്റ്റിൽ. അതെല്ലാം ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന ഒരു റൈറ്ററുണ്ട്. അപ്പോൾ എല്ലാവരും പോയി പടം കാണുക. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നമസ്കാരം. ഏറ്റവും ആദ്യം നിങ്ങൾ എല്ലാവരോടും നന്ദി പറയുന്നു. ഞങ്ങളെ സക്സസ് മീറ്റിൽ ഞങ്ങളൊപ്പം തന്നെ
പങ്കെടുക്കാൻ കാണിച്ച സന്മനസ്സിന് നന്ദി. ഇവരൊക്കെ ആദ്യമായിട്ടാണ് ജിത്തുവിൻ്റെ പടത്തിൽ അഭിനയിച്ചത്. പക്ഷേ എനിക്ക് ജിത്തു ജോസഫിൻ്റെ പടം ഒരു പുത്തരിയല്ല. എൻ്റെ രണ്ടാമത്തെ പടമാണ് അദ്ദേഹത്തിൻ്റെ കൂടെ. ഇനിയും വേറൊരു ജോണറിൽ ജിത്തുവിൻ്റെ പടത്തിൽ അഭിനയിക്കാൻ പറ്റുമെന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞാൻ നിൽക്കുന്നത്. നിങ്ങൾ ഇവിടെ എത്ര പേര് സിനിമ കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ കുറച്ച് പേരെങ്കിലും ഇത് നമ്മുടെ നുണക്കുഴി കണ്ടു കാണുമായിരിക്കും. അപ്പോൾ കാണാത്തവർ കണ്ടവരോടൊന്ന് ചോദിക്കുക എങ്ങനെയുണ്ട് പടം. ഇത്രയും കോൺഫിഡൻസ് ഞാൻ കാണിക്കുന്നത് കാരണം കണ്ടവരൊക്കെ കുറേ പേര് ഞങ്ങൾ എല്ലാവരെയും വിളിച്ചു. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ഓൺലൈൻ റിവ്യൂസൊക്കെ കാണാം. ഒരുപാട് ചിരിക്കാനുള്ളൊരു പടമാണ്. അത്രയും ബ്രെയിൻ യൂസ് ചെയ്യേണ്ട, നമ്മളൊരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഈ സിനിമ ഉണ്ടാക്കിയത് നുണക്കുഴി. അപ്പം ഒരുപാട് ലോജിക്കോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നിങ്ങൾ നോക്കണ്ട. ജിത്തുവിൻ്റെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞ പോലെ നമ്മളൊരു സിനിമ ചെയ്യുമ്പോഴത്തേക്കും എല്ലാ ലൂപ്പ് ഹോൾസും കവർ ചെയ്ത് നമുക്കൊരു സിനിമ ചെയ്യാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഒരു ഹ്യൂമർ സിനിമ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് പല സാഹചര്യത്തിലും ചെറിയ ലൂപ്പ് ഹോൾസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. എല്ലാവർക്കും നമസ്കാരം. ഇവരൊക്കെ പറഞ്ഞതിൽ കൂടുതലൊന്നും പറയാനില്ല. സിനിമ കണ്ടവരൊക്കെ ഒരുപാട് പേര് മെസ്സേജ് ചെയ്തു, വിളിച്ചു, ഒരുപാട് ഇഷ്ടമായി എന്ന് പറഞ്ഞു. അപ്പം കാണാത്തവർ സിനിമ പോയി കാണുക. ഇറ്റ്സ് എ കംപ്ലീറ്റ് ഫാമിലി എൻ്റർടൈനർ. പിന്നെ ഈ പറഞ്ഞ പോലെ ഞാനും ആദ്യമായിട്ടാണ് ജീത്തു സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത്. താങ്ക് യു.